Hello friends, welcome back to my channel. അപ്പോൾ ഫ്രണ്ട്സ് എൻ്റെ ഫ്രണ്ടിനെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. എക്സാമും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല സ്ട്രെസ്ഡ് ആയിരുന്നു. അപ്പോൾ പുറത്തിങ്ങനെ നല്ല ആഗ്രഹിച്ചൊരു ടൈമായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും പോകാമെന്ന് വിചാരിച്ചു. അതുപോലെ എനിക്ക് ആദ്യമായിട്ട് ബ്യൂട്ടി പാർലറിൽ പോകാൻ വേണ്ടിയിട്ടുള്ള സമ്മതം കിട്ടിയൊരു ഡേ ആണ് ആക്ച്വലി. സോ ഭയങ്കര എക്സൈറ്റഡ് ആണ്. എൻ്റെ ഫ്രണ്ട് ഇടയ്ക്കിടയ്ക്ക് ബ്യൂട്ടി പാർലറിൽ പോകുന്ന ഒരാളാണ്. സ്പാ ആയിട്ടും അതുപോലെ തന്നെ ഈ സ്മൂത്തനിങ് അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് മന്ത്ലിയൊക്കെ പോകുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഇവിടെ കേട്ടോ പോകുന്ന സുലൈക്കാസ് പറഞ്ഞിട്ടുള്ള കച്ചേരിപ്പടി ഭാഗത്തിട്ടുള്ള ഒരു ബ്യൂട്ടി പാർലറാണ്. അപ്പോൾ ഇവിടെ ഓൾറെഡി എൻ്റെ ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവളുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഞാൻ കുറച്ച് ലേറ്റായി. അപ്പോൾ ഞാൻ പെഡിക്യൂർ ചെയ്യാനാണ് പ്ലാന്. ഫേസിലൊന്നും ചെയ്തതെന്ന് ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെങ്കിലും സമ്മതിച്ചല്ലോ എന്നുള്ളതിൽ ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ അവർ നെയിലൊന്ന് ഫയൽ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവരിങ്ങനെ ഈ ഇതിലേക്ക് കാലിറക്കി വെക്കാൻ പറഞ്ഞു. നല്ല ഹോട്ട് വാട്ടറൊക്കെ ആയിരുന്നു. ഇതാണ് കേട്ടോ എൻ്റെ ഫ്രണ്ട്. ഞങ്ങൾ 9th മുതലേ ഫ്രണ്ട്സാണ്. പേര് മുഫീദ എന്നാണ് കേട്ടോ. ഞങ്ങൾ അന്ന് തുടങ്ങിയ ഫ്രണ്ട്ഷിപ്പാണ്. ഇപ്പോഴും അതേപോലെ പോകുന്നുണ്ട്. പിന്നെ ഇതിന് ശേഷം നമ്മൾ ഫേസിലൊക്കെ അല്ലേ ഫേസ് പാക്ക് കണ്ടിട്ടുള്ളൂ. ലെഗിൽ വരെ ലെഗ് പാക്ക് എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോവുകയാണ് കേട്ടോ. അപ്പോൾ അതിന് മുമ്പ് മിറർ കണ്ടപ്പോൾ വീഡിയോ എടുത്തതാണ്. എനിക്ക് പേഴ്സണലി എൻ്റെ ലെഗിനൊരു മാറ്റവും തോന്നിയില്ല. ഇനി എന്തായാലും ഈ ഒരു പരിപാടിക്ക് നിൽക്കില്ല എന്ന് ഉറപ്പായി. പിന്നെ ഞങ്ങൾ നേരെ ബ്രൗൺ ബീൻസ് എന്ന കഫേക്കാണ് പോയത്. ഇവിടെ പേഴ്സണലി നല്ലൊരു കഫേ എന്ന് പറയാൻ വേണ്ടിയിട്ട് പിന്നെയുള്ളത് ആകെ ഈ ബ്രൗൺ ബീൻസ് കഫേയാണ്. ഇവിടെ എന്തായാലും ഞങ്ങൾ ഫേവറേറ്റ് സ്പോട്ടൊക്കെ ഞങ്ങൾക്ക് കിട്ടിയിട്ടോ. അപ്പോൾ ഞങ്ങൾ 3 ഡ്രിങ്ക്സാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. മുഫീദൊക്കെ ഭയങ്കര ആഗ്രഹം കോഫി വിത്ത് ഐസ്ക്രീം ട്രൈ ചെയ്യാൻ. അതുകൊണ്ടാണ് എക്സ്ട്രാ അതൊന്നും ഓർഡർ ചെയ്തത്. ഞാൻ പേഴ്സണലി ബ്ലൂബെറി മൊഹീറ്റോ അതുപോലെ അവൾ വെജ് മൊഹീറ്റോ ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ മുഫീദ കുറച്ച് ഹെൽത്ത് കോൺഷ്യസ് ഒക്കെയാണ്. പേഴ്സണലി എനിക്കും ആവാൻ താല്പര്യമുണ്ട്. ബട്ട് അവൾ ആക്ച്വലി തടിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന ഒരാളാണ്. ഞാൻ ആക്ച്വലി അങ്ങനെയല്ല. ഓക്കെ, എനിക്കിഷ്ടപ്പെട്ട ഫുഡൊക്കെ കഴിക്കണം എന്ന് ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ. അവൾ ആക്ച്വലി അത്യാവശ്യം അങ്ങനെ തടിനെ കോൺഷ്യസ് ഒക്കെ ആയതുകൊണ്ട് തന്നെ അവളങ്ങനെ കഴിക്കും. അപ്പം ഞാൻ എന്തായാലും അവൾ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിയല്ലോ. അപ്പം ഞാനൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ മുഖത്ത് നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും എന്തായിരുന്നു അവസ്ഥ എന്ന്. അത്ര കട്ട ഫ്ലോപ്പായിരുന്നു. ഈവൻ ലൈക്ക് മുഫീദൊക്കെ പോലും അത് ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു. അത്ര കട്ട ഫ്ലോപ്പായിരുന്നു. കാരണം ഡ്രസ്സിങ് ആയിട്ട് സോസും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഒരു ചില്ലി ഓയിലായിട്ടും ഒരു സ്വീറ്റ് ചില്ലി ഓയിൽ അങ്ങനെ എന്തോ ആണ്. അപ്പോൾ ഭയങ്കര പുളിയായിരുന്നു. അപ്പോൾ അവളത് കഴിച്ചിട്ടില്ലായിരുന്നു സത്യം പറയുകയാണെങ്കിൽ. അത് വെറുതെ വേസ്റ്റ് ആയ പോലെ പോയത്. പിന്നെ ഞങ്ങൾ സ്റ്റാർട്ടറായിട്ടൊരു ബഫല്ലോ വിങ്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അടിപൊളി ടേസ്റ്റായിരുന്നു. നിങ്ങളെങ്ങാനും ബ്രൗൺ ബീൻസിൽ വരുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി മസ്റ്റ് ട്രൈ ആണിത്. അത്രയ്ക്ക് നല്ല ടേസ്റ്റുള്ള ഒരു സംഭവം എന്ന് പറയാനുള്ളത് ബ്രൗൺ ബീൻസിൽ ഈ ഒരു ബഫല്ലോ വിങ്സ് ആണ്. ക്ലാസിക് BB വിങ്സ് ആണ് കേട്ടോ. അടിപൊളി ടേസ്റ്റായിരുന്നു. അവൾക്കും ഇഷ്ടപ്പെട്ടിട്ട് അവൾ പിന്നെയും കഴിച്ചത് അത് മാത്രമാണ്. പിന്നെ ഞാൻ ആൽഫ്രെഡോ പാസ്ത ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ കഴിച്ചു. അതും അടിപൊളി ടേസ്റ്റായിരുന്നു. എനിവേയ്സ് പിന്നെ ഞങ്ങൾ കുറേ നേരം സംസാരിച്ചു. ഞങ്ങൾ പിന്നെ സംസാരിക്കും അങ്ങനെയാണ് ഗൈസ്. അതിരുകളില്ലാത്ത സംസാരങ്ങളായിരിക്കും. ഞങ്ങൾക്ക് അങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും. ഞങ്ങൾ വേണമെങ്കിൽ ഇവിടെ ഇരുന്നിട്ട് വേണമെങ്കിൽ നാളെ വരെ ഇരുന്ന് സംസാരിക്കും. അത്രയും ഞങ്ങൾക്ക് പറയാനുണ്ടാവും. ഇപ്പോൾ കുറച്ചായാലും കണ്ടിട്ട്. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് അത്രയ്ക്ക് സംസാരിക്കാനുണ്ടായിരുന്നു. ഞങ്ങളെ കാര്യങ്ങൾ, എൻ്റെ കാര്യങ്ങൾ, അവളെ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആയിട്ട്. അവളെ ഫാമിലിയിൽ ഇപ്പോൾ ഒരു ഫങ്ഷനൊക്കെ വരാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ എക്സൈറ്റ്മെൻ്റ് ഒക്കെയാണ് അവൾക്കുള്ളത്. ഓക്കെ, അപ്പം അതിന് എന്തായാലും അടിപൊളിയായിട്ട് ഞങ്ങൾ കുറേ നേരം സംസാരിച്ച് ഫുഡ് കഴിച്ച് നല്ല റിലാക്സ്ഡ് ആവാൻ പറ്റി ഞങ്ങൾക്ക് എന്തായാലും. അപ്പോൾ പിന്നെ ഇതിൻ്റെ ഇടയിൽ എനിക്ക് മെയിനായിട്ട് പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. കുറേ പേര് കാണുന്നുണ്ട് പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. എനിവേസ് ബാക്ക് ടു ബ്ലോഗ്. അവൾ പ്രത്യേകിച്ചൊന്നും കഴിക്കാനിട്ട് അവൾക്ക് പിന്നെയും എന്തെങ്കിലും കഴിക്കണം തോന്നിയപ്പോൾ പെരി പെരി ഫ്രൈസ് ഓർഡർ ചെയ്ത്. എനിക്ക് സ്പൈസ് ടോളറൻസ് അടുത്ത് കൂടെ പോയിട്ടില്ല കൈസ്. അതുകൊണ്ട് ഞാനത് കഴിച്ചിട്ടില്ല. അതിന് ശേഷം ഞങ്ങൾ ചെക്കൗട്ട് ചെയ്ത് നേരെ ഇറങ്ങി. അപ്പോൾ ഈ ബ്രൗൺ ബീൻസിൽ നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ IM. അപ്പോൾ അവൾ പറഞ്ഞു നമുക്ക് അവിടെ ഒന്ന് കയറി നോക്കാം, അവൾക്ക് ഡ്രസ്സ് വാങ്ങണം എന്നൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഓക്കെ ഫൈൻ വിചാരിച്ചിട്ട് ഞാൻ കയറിയതാണ്. അവിടെ അത്യാവശ്യം നല്ല വെസ്റ്റേൺ കളക്ഷൻസ് ഉണ്ടാവും കേട്ടോ. പ്രത്യേകിച്ച് സ്വെറ്റർ കളക്ഷൻസൊക്കെ അടിപൊളിയാണ്. പിന്നെ അവൾക്ക് ഇഷ്ടപ്പെട്ട 2 ഡ്രസ്സസ് അവളെടുത്തു. എനിക്ക് ആ ബ്രൗൺ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു.
അവളൊന്ന് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ബ്രൗൺ എടുത്തു. ഞാൻ ഒരു ലാവൻഡർ കളറ് ഇങ്ങനത്തെ ഒരു കോഡ് സെറ്റ് കൊടുത്തിട്ട് എനിക്ക് നല്ല ഇഷ്ടമായി. വെറുതെ ട്രൈ ചെയ്ത് നോക്കിയതാണ്. പിന്നെ അവൾ ഈ ഒരു ബ്രൗൺ ഡ്രസ്സ് എടുത്തിട്ട് അതിന് അത്യാവശ്യം റേറ്റൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ഈ ഗൗൺ ഇട്ട് നോക്കിയിട്ട് അവൾക്ക് നല്ല ഭംഗിയുണ്ടായിരുന്നു. പക്ഷെ എടുത്തില്ല, അവൾ ആ ബ്രൗൺ ഡ്രസ്സാണ് എടുത്തത്. പിന്നെ ഞാൻ ഇതും ട്രൈ ചെയ്തു കേട്ടോ. അതും അടിപൊളി ഡ്രസ്സ് ആയിരുന്നു. എനിക്ക് 2 ഡ്രസ്സും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ പഠിത്തം എനിക്ക് ഡ്രസ്സ് എടുത്തിട്ടുള്ളൂ. അവിടെ അത്യാഗ്രഹം വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ അതോടെ വെച്ച് പോന്നു. പിന്നെ അവൾക്ക് ഡ്രസ്സ് എടുത്ത് നേരെ ഞങ്ങൾ ഇറങ്ങി. പിന്നെ ഗൈസിൻ്റെ മൊബൈൽ ഓഫായിപ്പോയി. പിന്നെ ഉള്ളതൊന്നും എടുക്കാൻ പറ്റിയില്ല. മുഫിയൊക്കെ പോയി. പിന്നെ ഞങ്ങൾ നേരെ എല്ലാവരും ഞങ്ങൾ ഫാമിലി ആയിട്ട് ഒരു മൂവി കാണാൻ വേണ്ടിയിട്ട് വന്നു കേട്ടോ. അവരെന്നെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നു. അപ്പോൾ നേരെ മൂവിക്ക് നോക്കിയപ്പോൾ പ്രത്യേകിച്ച് നല്ല മൂവീസൊന്നും ഇല്ലായിരുന്നു. എൻ്റെ ബേബി ആണെങ്കിൽ അവിടെ അടിയിൽ പോയി കളിക്കുക എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു കേട്ടോ. മമ്മ അടിയിൽ പോയി കളിക്കുക പറഞ്ഞുകൊണ്ടായിരുന്നു മൂവി. അല്ലെങ്കിൽ ഞങ്ങൾ ലേറ്റായിരുന്നു, അപ്പോൾ പോകാനുള്ള സമയമില്ലായിരുന്നു. ഇവിടെ അവൻ വാശി പിടിച്ചപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് വരാമെന്നുള്ള രീതിക്ക് അങ്ങനെ ഓക്കെ ആയതാണ്. അപ്പോൾ ഞങ്ങൾ നേരെ പിന്നെ സിനിമ തിയേറ്ററിൻ്റെ ഡയറക്ഷനിൽ പോയി. അപ്പോൾ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സ്ക്രീൻ 5 ആയിരുന്നു ഞങ്ങളുടേത്. അപ്പോൾ അവിടെ കാണുന്നതാണ് ഞങ്ങളുടെ തിയേറ്റർ. ഒരു മലയാളം ഫിലിമായിരുന്നു. എനിക്ക് തമിഴിൽ റയാൻ പറഞ്ഞൊരു മൂവി കാണാൻ താല്പര്യം, പക്ഷെ അതൊന്നും ഞങ്ങൾ ലേറ്റ് ആയതുകൊണ്ട് കാണാൻ പറ്റിയില്ല. ഈ മൂവിക്കാണെങ്കിൽ ആരുമില്ല മീൻസ് ഞങ്ങൾ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളായിരുന്നു. എനിക്ക് പേഴ്സണലി തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു മൂവി. അപ്പോൾ പിന്നെ ഇൻഡോവെല്ലായി. എങ്ങനെയുണ്ടായിരുന്നു മൂവി? പിന്നെ കേസ് ഞങ്ങൾ പോപ്കോണൊക്കെ വാങ്ങി. സെയ്യു പോപ്കോണിൻ്റെ ഒരു കട്ട് ഫാനാണ്. ബട്ട് ഞാൻ ആക്ച്വലി അങ്ങനെ പോപ്കോണിൻ്റെ ആളല്ല. എനിക്ക് പിന്നെയും അവിടുത്തെ ഐസ്ക്രീം അടിപൊളി ടേസ്റ്റാണ്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് അവിടുത്തെ ഐസ്ക്രീം. അപ്പോൾ ഞങ്ങളെല്ലാവരും ഐസ്ക്രീമൊക്കെ കഴിച്ച് ഫിലിമൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറി. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നെയ്ച്ചോറും അതുപോലെ ബിരിയാണിക്കും ഫ്രൈഡ് റൈസൊക്കെ ഓരോരുത്തർക്ക് ഓർഡർ ചെയ്ത് കഴിച്ച് തിരിച്ചു പോയി. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കരുത്. ഓക്കെ, ബൈ.